പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോ ഈ കാലത്ത് ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. എന്നാൽ പഴയ നിയമത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ 900 വർഷങ്ങൾക്ക് മുകളിൽ ജീവിച്ചവരെ കാണാം. പിന്നെ കുറഞ്ഞ താഴത്തേക്ക് നിന്നാൽ ഏറിയാൽ 80 പിന്നെ 4 വിരൽ, സങ്കീർത്തനക്കാരൻ പറയുന്ന 4 വിരൽ നീളമായി. ഇപ്പോ ഉറച്ചു നിന്നാൽ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു മനുഷ്യനോട് യഥാർത്ഥമായി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ ഈ കാലയളവിൽ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിലരെങ്കിലും പറയും, ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. മറ്റു ചിലർ പറയും, ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ മറ്റു ചിലർ പറയും, അത്യുന്നതനായ ദൈവത്തോട് കൂടെ ജീവിക്കാൻ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ വചനം അനുസരിച്ച് വചനം കേട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ ദൈവത്തോട് കൂടെ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ 365 ദിവസം ഉള്ളപ്പോൾ ഈ 365 ദിവസവും കാലാവസ്ഥ ഒരേപോലെയല്ല, വിഭിന്നങ്ങളായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആ കാറ്റ്, മഴ, ചൂട് ഇതെല്ലാം ഈ 2 വിഭാഗക്കാരുടെ ശരീരങ്ങളിൽ അടിക്കുകയും അവർ ഇതിന്റെ പ്രതിഫലനങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന് മരണത്തിലും ജീവിക്കാം, നിത്യജീവനിലും ജീവിക്കാം. അപ്പൊ ഏത് വേണമെന്ന് അവനവന്റെ സ്വാതന്ത്ര്യമാണ്. എന്ന് വച്ചാൽ ഒരു വ്യക്തി അത് 2 തലമുണ്ട്. ഒന്ന് ക്രിസ്തുവിനോട് കൂടി ജീവിക്കുന്ന ആളുകളുണ്ട്, മറ്റൊന്ന് ഈ ലോകത്തിന് വേണ്ടി, ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ തന്നെ ഈ 2 പേർക്കും ജീവിതത്തിന്റെ ഒരേ ഭാഗത്ത് നിന്നുകൊണ്ട് എന്നേക്കുമായി ഒരു നിത്യജീവന് വേണ്ടി ജീവിക്കാം, എന്നേക്കുമായി ഒരു നിത്യ മരണത്തിലേക്ക് പോയി ജീവിക്കാം. ഇത് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എന്നാൽ ഒരു ദേശം, ഒരു പട്ടണം ഏതെങ്കിലും വിധത്തില് നഷ്ടങ്ങളോ ഉന്മൂലനാശങ്ങളോ വന്നു കഴിയുമ്പോൾ ജീവന് വേണ്ടി, അതായത് ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചവർക്ക് ഒരു വിടുതലുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിച്ചത് അറിയേണ്ടത്. 365 ദിവസം കാലാവസ്ഥ വിഭിന്നമാണെന്ന് പറഞ്ഞു. എന്നാൽ ഒരു പട്ടണത്തിൽ ഈ 365 ദിവസമുള്ള കാലാവസ്ഥകൾ എല്ലാ മനുഷ്യരും അനുഭവിക്കത്തന്നെ ഇരിക്കെ ആ പട്ടണത്തിൽ അല്ലെങ്കിൽ ആ ദേശത്തിലൊരു നഷ്ടമോ, ആ ദേശത്തിലൊരു ദുരിതങ്ങളോ, അല്ലെങ്കിൽ ആ ദേശം നശിക്കുവാൻ പോകുമ്പോൾ ഒരു ക്രിസ്തുവിനോട് കൂടെ, വചനത്തോട് കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ അതിൽ നിന്നൊരു വിടുതൽ കിട്ടുമോ എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഉൽപ്പത്തിയുടെ തിരുവചനം അതിന്റെ 19-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ 23, 26 വചനത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ഒരു കാണാം. 29-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സോദോം ഗോമോറ എന്നൊരു പട്ടണത്തെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ പട്ടണം പാപത്തിന്റെ അടിമയായിരുന്നുവെന്നും എന്നാൽ ഒരേ ഒരു കുടുംബം മാത്രം അവിടെ അത്യുന്നതനായ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു എന്നുള്ളത് നമുക്കറിയാം. ലോത്തിന്റെ കുടുംബം. അപ്പോ ഇവിടെ കാലാവസ്ഥ ലോത്ത് അനുഭവിച്ചിട്ടുണ്ട്, ഈ പാപം ചെയ്ത ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ ലോത്തിനെ മാത്രം അതിൽ നിന്ന് വിടുതൽ കൊടുക്കുവാനായിട്ട് എന്തുകൊണ്ടാണ് ദൈവം ഒരുങ്ങിയത്? ലോത്ത് ദൈവത്തോട് കൂടെ ജീവിച്ചു, ലോത്ത് ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. അപ്പോ ഈ കാലത്തും ഈ ലോകത്തിന്റെ ഇഷ്ടമായി ജീവിക്കുന്ന ഈ വചനമുള്ള സമയത്തും ലോകത്തിന്റെ ഇഷ്ടമായി ജീവിക്കുന്നവർക്ക് അതിൻ്റെതായ മരണത്തിലല്ലേ യാത്ര ചെയ്യുന്ന? അല്ല, വചനത്തോട് കൂടെ ജീവിക്കുന്നവർക്ക് ദൈവം ഒരു വിടുതൽ കൊടുക്കുമെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സോദോം ഗോമോറ അതായത് നശിപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ 2 പുരുഷന്മാർ ഇറങ്ങുമെന്ന് നമുക്കറിയാം. ഇവിടെ 23-ാമത്തെ വചനത്തിൽ ലോത്ത് സോവാറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സോദോമിനെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും, ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തിലെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ പട്ടണത്തിലെ നിവാസികൾക്ക്, സസ്യങ്ങൾക്ക് മുഴുവനും ഉന്മൂലനാശം വരുത്തി. എപ്പോഴാണ്? സോദോം അതായത് സോവാർ കടക്കുന്ന സമയത്ത് തന്നെ സോദോം പട്ടണം നശിപ്പിക്കപ്പെട്ടു. എന്നാൽ അതിനു മുമ്പ് തന്നെ നമുക്ക് 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി ആക്കി. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം
അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിലനിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക എന്ന് പറഞ്ഞു. അപ്പൊ ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവെ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ കാണിച്ചിരിക്കുന്നു, പർവ്വതത്തിലേക്ക് ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷേ എനിക്ക് അപ്പോ പട്ടണത്തിലേക്ക് ഓടാൻ പറഞ്ഞു. പർവ്വതത്തിലേക്ക് ഓടിപ്പോകാനുള്ള പ്രാപ്തി ഇല്ലായകയാൽ ലോത്തിനോട് പറഞ്ഞു, നീ അടുത്തുള്ള പട്ടണത്തിലേക്ക്. പക്ഷെ ഇതിനേക്കാളെല്ലാം മുഖ്യമായിട്ട് ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്, നിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി നീ പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുത്, ജീവരക്ഷയ്ക്ക് വേണ്ടി നീ ഓടിപ്പോകണം. അപ്പോൾ ഒരു പട്ടണത്തിൽ ജീവിക്കുമ്പോൾ ആ പട്ടണം നാശത്തിന്റെ പടുകുഴിയിലാണെങ്കിൽ, ആ ദേശം നാശത്തിന്റെ പടുകുഴിയിലാണെങ്കിൽ, അത്യുന്നതനായ ദൈവത്തോട് കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവം അതിബലവത്തായ ഒരു രക്ഷ നൽകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. അപ്പോൾ ലോത്തിന്റെ ഭാര്യ എന്തുകൊണ്ട് കടന്നില്ല? ലോത്തിന്റെ ഭാര്യ കൊടുത്ത കൽപ്പനയ്ക്ക് വിപരീതമായി തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതേ പോയിന്റിൽ തന്നെ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി എന്ന് നമുക്കറിയാം. അപ്പൊ ഒരു വ്യക്തി പാപം ചെയ്താൽ, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി പാപം ചെയ്താലും ആ പാപം ചെയ്ത വ്യക്തിക്ക് ശിക്ഷയുണ്ട്. ആ ഒരു കുടുംബത്തിൽ 10 പേര് ജീവിക്കുമ്പോൾ ഒരാൾ മാത്രമേ നീതിമാനായി ജീവിക്കുന്നുവെങ്കിൽ ആ ഒരാളെ മാത്രം രക്ഷപ്പെടുത്തുമോ എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ മറ്റൊരു തെളിവ് കൂടിയാണ്. അപ്പൊ രക്ഷ എന്നുള്ളത് അവനവന്റെ സ്വന്തമാണ്, രക്ഷ എന്നുള്ളത് അവനവന്റെ സ്വന്തമാണ്. ഇനി മറ്റൊരു തലത്തിലേക്ക് നമുക്ക് നോക്കാം. സംഖ്യയുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ, അതിന്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ, അവിടെ മോശയോട് എതിർത്ത ഒരു കൂട്ടം ജനത്തെ നമുക്ക് കാണാൻ കഴിയും. സംഖ്യയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, എന്നാൽ ലേവിയുടെ മകനായ കഹാത്തിന്റെ മകനായ ഇസഹാരിന്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാവിന്റെ പുത്രന്മാരായ ആദാൻ, അബിരാം പോലെ തന്നെ മകനായ ഓൺ എന്നിവർ ഇസ്രായേൽ മക്കൾ സഭാപ്രധാനികളും സംഘ സാദാസിമാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു, ദൈവ പുരുഷനോട് മത്സരിച്ചു. എത്ര പേരാണ്? 250 പേർ. ഒന്ന് ചിന്തിച്ചു നോക്കുക. മോശ കൊണ്ടുവന്ന ജനമാണ്, മോശയിലൂടെ നയിക്കപ്പെട്ട ജനമാണ്, കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്ന ജനമാണ്. പക്ഷെ മോശയോട് എതിർത്തപ്പോൾ മോശ പല പ്രാവശ്യം ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്ന് അത്യുന്നതനായ ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ജനത്തിന്റെ പാപം കണക്കിലിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം അത്യുന്നതനായ ദൈവം അവരുടെ പാപത്തെ കണക്കിടാതെ വീണ്ടും കാനാനിലേക്ക് നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ 250 പേർ വീണ്ടും മോശയോട് എതിർക്കുന്നു. അവർ അർഹതയില്ലാത്ത ബലി അർപ്പിക്കുവാൻ അവർ ധൂപകലാശം നടത്തുന്നു. ഇവിടെ 26-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, അവൻ സഭയോട് ദുഷ്ടരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടേണ്ടതിരിക്കേണ്ടതിന് അവിടെ കൂടാരങ്ങൾ അടുക്കൽ നിന്ന് മാറിപ്പോകൻ, അവർക്കുള്ള യാതൊന്നിനെയും തുടർന്ന് സഭ നശിക്കാതിരിക്കാൻ. എന്താണ് പറയുന്നത്? അവൻ സഭയോട് ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവാൻ, അവർക്കുള്ള യാതൊന്നിനെയും തുടരുന്നു. അപ്പൊ ഒരുവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ വസ്തുവകകളും ശപിക്കപ്പെട്ടതായി മാറുമെന്ന് വ്യക്തമായി ഇവിടെ പറയുന്നു. ഒരുവൻ പാപത്തിലാണെങ്കിൽ അവനുള്ളിലുള്ളതെല്ലാം ശാപത്തിന്റെ അവസ്ഥയിലാണെന്ന് വെച്ചാൽ അവന്റെ വസ്തുവകകളെ പോലും തൊടാൻ പാടില്ല എന്ന് മോശ സഭയോട് വ്യക്തമായി പറയുന്നു. ഇവിടെ 30-ാമത്തെ വാക്യം, അതിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, എന്നാൽ യഹോവ അപൂർവകാര്യം പ്രവർത്തിക്കും, ഭൂമി വായ് പിളർന്നു അവരെയും അവർക്കുള്ള സകലത്തെ വിഴുങ്ങിക്കളയും, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. അവർ ഈ വാക്കുകളെല്ലാം പുറത്ത് പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ചിന്തിച്ചു നോക്കി. അപ്പൊ ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് അവർ എപ്പോഴും മരണത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് ദൈവത്തിൻ്റെതായ യാതൊരു പ്രശംസയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ല. പക്ഷേ കൃപയ അവർക്ക് അവസരങ്ങളുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. എന്നാൽ കർത്താവിനോട് കൂടെ, വചനത്തോടെ കൂടെ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് പ്രത്യാശ എന്നുള്ളത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ അതിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് തിരുവചനം അതിന്റെ 3-ാമത്തെ അധ്യായം 4-ഉം 5-ഉം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ വായിക്കപ്പെടുന്നു? എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട്
എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയിലുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് അത്യുന്നതനായ ദൈവം പറയാണ്, എന്നെ പ്രതി കഷ്ടത അനുഭവിച്ചവർ, എന്നെ പ്രതി പീഡ അനുഭവിച്ചവർ, എന്നെ പ്രതി ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവർ, അവരുടെ പേർ ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ അവർക്ക് വെള്ള വസ്ത്രം ധരിപ്പാനുള്ള കൃപ കൊടുക്കും അവർ എന്ന് അത്യുന്നതനായ ദൈവം പറയുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യന്റെ ജീവനും ഒരു മനുഷ്യന്റെ മരണവും അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ വെച്ച് അവനെ തെരഞ്ഞെടുക്കാം. ലോകപ്രകാരമാണ് ജീവിക്കുന്നുവെങ്കിൽ, ലോകത്തിന്റെ ഇമ്പമനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകത്തിലും വായിച്ചതുപോലെ ഒരു ദേശം നശിപ്പിക്കപ്പെടുമ്പോൾ ആ ദേശത്തോടു കൂടെ നീ തകർന്നു പോയേക്കാം. മറിച്ച് നീ ക്രിസ്തുവിനെ പ്രതി പരിഹാസമേറ്റ്, ക്രിസ്തുവിനെ പ്രതി നിന്ദയേറ്റ്, മറ്റുള്ളവരെ പഴുവാക്കുകൾ കേട്ട് നിന്ദന അനുഭവിച്ച് ജീവിക്കുന്നെങ്കിൽ ഒരു ദേശം നശിപ്പിക്കപ്പെടുമ്പോൾ, ഒരു ദേശം തീർന്നു പോകുമ്പോൾ അവിടെ ദൈവം നിനക്ക് വേണ്ടി ഒരു വലിയ വഴി ഒരുക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തീരുമാനമെടുക്കുക. അത്യുന്നതനായ ദൈവം സകല ജനത്തെയും നോക്കി ജീവിക്കുന്നു, സകല ജനത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ആർക്കും മറവല്ലാത്ത, ആർക്കും മറഞ്ഞിരിക്കുന്ന ഏതൊരു പാപം ചെയ്യുമ്പോഴും പാപത്തെ തത്സമയം കണ്ടുപിടിക്കുന്ന സർവരൂപിയായ അത്യുന്നതനായ ദൈവത്തിന്റെ കണ്ണുകൾക്ക് ഒന്നും മറയ്ക്കപ്പെടത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, തീരുമാനമെടുക്കുക. ഇനിയുള്ള സൃഷ്ടകാലം ഈ കർത്താവിന് വേണ്ടി ജീവിക്കുക, ലോകത്തിന് വേണ്ടിയല്ല. ലോകവും അതിൻ്റെ ഇമ്പങ്ങളും മുഴുവനും നഷ്ടപ്പെടും. എന്നാൽ അത്യുന്നതനായ ദൈവമോ വചനമോ ഒരിക്കലും നശിക്കപ്പെടാത്ത ഒരുവന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഒന്നു മാത്രമേ ഉള്ളൂ, ജീവന്റെ വചനം. ഈ ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.